ഓക്കെ, കേണൽ ആർ കെ നായർ, ഇപ്പോൾ ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം സൈന്യം സ്വീകരിക്കുന്ന നടപടി എന്തായിരിക്കും? അവിടെയുള്ള ജനങ്ങളെയൊക്കെ അല്ലേ, പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലുള്ളവരെയൊക്കെ ഒഴിപ്പിക്കേണ്ടി വരില്ലേ? ശ്രീ അനിൽ നമ്പ്യാർ, ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മുടെ 140 കോടി ജനങ്ങളും നമ്മുടെ സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയും പിറകിൽ അണിനിരക്കണം. അവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പാടില്ല. കാരണം നമ്മുടെ അതിർത്തികളിൽ സൈന്യ വിന്യാസം നടക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സൈനിക ആക്ഷൻ നടക്കുമ്പോഴൊക്കെ തന്നെ അതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളാണ്. ആ ജനങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു ഓപ്പറേഷനും സക്സസ്ഫുള്ളി നമുക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ രണ്ടാമത്തെ, ശ്രീ അനിൽ നമ്പ്യാർ ചോദിച്ചൊരു ചോദ്യം, ഇതിന് നമ്മൾ അങ്ങനെയുള്ളൊരു യുദ്ധത്തിലേക്ക് പോകുന്ന സമയം വരികയാണെങ്കിൽ അതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് നടത്തേണ്ടതായിട്ടുണ്ട്. അത് ഇപ്പം നമ്മൾ സൂചിപ്പിച്ച മാതിരി അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുക, അതേമാതിരി നമ്മളെ ഓൾറെഡി നമ്മളവിടെ കൃഷി ചെയ്യുന്ന ആളുകളോട് എത്രയും പെട്ടെന്ന് 48 മണിക്കൂറുകൾ തന്നെ പിന്നെ വിളവൊക്കെ എടുത്തതിന് ശേഷം പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിവിലിയൻ കാഷ്വാലിറ്റി ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ പലപ്പോഴും ഫയറിംഗ് നടക്കുന്ന സമയത്തൊക്കെ തന്നെ എന്താണ് ചെയ്യാറ്, നമ്മളെ സിവിലിയനെയാണ് കൂടുതലും കാഷ്വാലിറ്റി ഉണ്ടാവാറുള്ളത്. കാരണം അവരെയാണ് അവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മുടെ സൈനികരെക്കാട്ടിലും കൂടുതലും ഡാമേജ് ഉണ്ടാകുന്നത് സിവിലിയൻ ഏരിയകളിലാണ് ഉണ്ടാകുന്നത്. അത് ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിൻ്റെ ഭാഗമാണ്. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ കാശ്മീർ എന്ന് പറഞ്ഞാൽ, JNK എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സംസ്ഥാനമാണ്. അവിടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷൻസ് നടത്തുമ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് ശ്രദ്ധിക്കുന്നത്, നമുക്കുള്ള കാഷ്വാലിറ്റി റേറ്റ്, സിവിലിയൻ കാഷ്വാലിറ്റി റേറ്റ് കുറവായിരിക്കണം. പലപ്പോഴും സൈന്യത്തിൻ്റെ നമ്മൾ പറയാറുണ്ട്, നമ്മളൊരു കൈ പിറകിൽ കെട്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻസ് നടത്തുന്നുള്ളത്. നമുക്കൊരു ടെററിസ്റ്റിനെ പിടിക്കാൻ വേണ്ടി നമുക്ക് 10-50 സിവിലിയൻസിനെ കൊല്ലാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ആം ഫോഴ്സസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ RR ബറ്റാലിയൻസും മറ്റുള്ള നമ്മുടെ സായുധ സേനകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ എപ്പോഴും ഓർക്കണം, നമ്മുടെ രാജ്യത്താണ്, നമ്മുടെ സംസ്ഥാനത്താണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് കൊളാറ്ററൽ ഡാമേജസ് ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ നമുക്കൊരു ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ. അല്ലാതെ നമുക്ക് കംപ്ലീറ്റ് അവിടെയുള്ള ആളുകളെ തുടച്ചു നീക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരൊക്കെ നമ്മുടെ രാഷ്ട്രത്തിന് എതിരാക്കിക്കൊണ്ട് നമുക്കൊരു ഓപ്പറേഷൻ ഒരിക്കലും അവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു കാൽക്കുലേറ്റഡ് റെസ്പോൺസ് ആയിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക, നമ്മുടെ ആം ഫോഴ്സസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അവസരത്തിൽ ഒരു ഓൾ ഔട്ട് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഓൾ ഔട്ട് യുദ്ധത്തിന് വേണ്ടി പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. കാരണം ഏതൊരു യുദ്ധമായി കഴിഞ്ഞാലും ഏതൊരു യുദ്ധത്തിനും അതിൻ്റേതായ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. നമുക്ക് ഇപ്പം ഈ പുൽവാമയിൽ അല്ലെങ്കിൽ പഹൽഗാമിൽ ഇങ്ങനൊരു സംഭവം നടന്നു, നമ്മളെല്ലാവരും രോഷാകുലരാണ്. നമ്മുടെ 28ഓളം സിവിലിയൻസിനെ, അതും ടൂറിസ്റ്റായി അവിടെ എത്തിയിരിക്കുന്ന ആളുകൾ അവർ കൊന്നു എന്നുള്ളതിൽ നമുക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ഹമാസിനെതിരായി അവിടെ ഓപ്പറേഷൻ നടത്തിയപ്പോൾ കേരളത്തിൽ പോലും പല സംഘടനകളും ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മുടെ മാർച്ചുകളും പ്രകടനങ്ങളൊക്കെ സംഘടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. പക്ഷെ ഒരു സൈനികൻ എന്നുള്ളത് അതിലേക്ക് വേദന തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് വളരെ കുറച്ച് ആ ഓർഗനൈസേഷൻസ് ഒന്നും തന്നെ മുമ്പോട്ട് വന്ന് ഈ ഒരു നടപടിയെ, ഭീകരരുടെ ഈ നടപടിയെ അപലപിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി മുമ്പോട്ട് വന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു സ്ഥിതിവിശേഷമാണ്. ഇവിടെ ഒരുപാട് സാംസ്കാരിക നായകന്മാരുണ്ട്, മറ്റ് പലരും ഉണ്ട് ഇതിനെതിരായി വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ. പക്ഷെ അവരാരും തന്നെ ഈ ഇത്രയും ഹീനമായ പഹൽഗാമിലുണ്ടായ അറ്റാക്കിനെതിരായി പ്രതികരിക്കാൻ വേണ്ടി വന്നില്ല എന്നുള്ളത് വളരെയധികം സങ്കടമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ പ്രതികരിച്ചു, അതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ ശശി തരൂരിന്റെ അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ ബിലാൽ, ഇതിൽ കൂടുതലൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല കേണൽ.
ഓക്കെ, അല്ല ഞാൻ പറയാം, ഞങ്ങൾക്ക് ദുഃഖം തോന്നും. കാരണം ഇങ്ങനെയുള്ള എവിടെയെങ്കിലും സംഭവം ഉണ്ടാകുമ്പം സിറിയയിൽ അവിടെ ആളുകൾ മരിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഇതുണ്ടാവാറുണ്ട്. ദീപം തെളിയിക്കലും വലിയ വലിയ പ്രകടനങ്ങളും ആനപ്പുറത്തൊക്കെ ആളുകളെ ഏറ്റിയിട്ട് ഇവിടെ പ്രകടനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് ദിവസവും നമ്മളെ ആളുകൾ, നമ്മുടെ സൈനികർ മരിക്കുമ്പോൾ പലരും ഇതിന് എതിരായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളത്, റിയാക്ഷൻ നശിച്ചു പോയോ എന്ന് പോലും ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വളരെ ദുഃഖം തോന്നുന്ന ഒരവസ്ഥയാണ്. ഏതായാലും ഈ അവസരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ അഭിപ്രായ ഭിന്നതകളും മറന്നുകൊണ്ട് രാജ്യത്തിൻ്റെ നമ്മുടെ സേനയ്ക്ക് പുറകെ അണിനിരക്കേണ്ട ഒരു അവസരമാണ്. ഈ അവസരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശരിയായി ഉപയോഗിക്കും എന്നുള്ളതിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം. ഇതൊക്കെ രാജ്യസ്നേഹികൾ എന്തായാലും അണിനിരക്കും, ഒരു സംശയമില്ല. യുവരാജ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ല, ഒന്ന് വസന്ത് പറഞ്ഞതിനകത്തൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ അത് കൃത്യമായിട്ട് കൊടുക്കണമല്ലോ. ഒന്ന്, NDTV-ക്കെതിരായിട്ട് എന്തുകൊണ്ട് നിലപാട് സ്വീകരിച്ചില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. NDTV-യുടെ ഹെഡ്ലൈനകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ജമ്മു BJP's മൈനോറിറ്റി മോർച്ച IT സെൽ ചീഫ്, അദ്ദേഹത്തിൻ്റെ പേര് താലിബ് ഹുസൈൻ ഷാ എന്നായിരുന്നു. അതിനകത്ത് ക്ലാരിഫിക്കേഷൻ BJP കൊടുത്തിട്ടുണ്ട്. അത് BJPയുടെ ഉന്നത നേതാക്കളെ ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അകത്ത് കയറിക്കൂടിയ ഒരു ടെററിസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് അന്നത്തെ അന്വേഷണത്തിൽ വന്നതാണ്. പക്ഷേ അതിനെ എടുത്തു വെച്ചിട്ട് ആ വാർത്തയുടെ കണ്ടന്റ് മുഴുവൻ കളഞ്ഞിട്ട് അവർ ഹെഡിങ്ങിലെ ഒരു ഭാഗം, അത് മൈനോറിറ്റി മോർച്ച എന്നുള്ളതും അങ്ങ് കളഞ്ഞ് ബാക്കി അത് മാത്രം എടുത്തു വെച്ചിട്ട് ആ വ്യക്തിയുടെ പേരും പറയാതെ BJPയുടെ IT സെൽ ചീഫിനെ പിടിച്ചു, BJPയുടെ IT സെൽ ചീഫിനെ പിടിച്ചു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അദ്ദേഹം ഈ BJPക്ക് അകത്ത് കയറിയത് പോലും BJPയുടെ നേതാക്കളെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതായിരുന്നു വാസ്തവം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങ് ചോദിച്ചു ഇസ്രായേലിൻ്റെ കാര്യം. ഇപ്പോൾ കശ്മീരിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ഉണ്ടാകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കശ്മീരിൻ്റെ ചരിത്രത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ ഈ പറയുന്ന അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. ഒരു മേജർ സാധനം നടക്കുന്നില്ല. അങ്ങ് ചോദിച്ച ഇസ്രായേലിൽ നടക്കുന്നുണ്ടോയെന്നാണ്. US-ൻ്റെ അമേരിക്കയുടെ വെബ്സൈറ്റിൽ നിന്ന് അവരുടെ സെക്ഷനിൽ നിന്നുള്ള ഒരു വാർത്ത ഞാൻ അങ്ങേക്ക് വായിച്ചു തരാം. 2022 മാത്രം വാർത്തയാണ്. The IDF, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്, റിപ്പോർട്ടഡ് 305 ഷൂട്ടിംഗ് അറ്റാക്സ്, 305 റൗണ്ട് ഫയർ ചെയ്തെന്നല്ല, 305 ഇൻസിഡൻസ് 2022. അതായത് ഒരു വർഷത്തിൽ 365 ദിവസമേ ഉള്ളൂ. അതിൽ 305 ദിവസത്തിലും ഇത്തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ട്രിപ്പിൾ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 2021 91 2021 അത് ട്രിപ്പിളായിട്ട് 2022 305 ഇൻസിഡൻറ്റ് 305 ദിവസങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ലോകത്തെല്ലായിടത്തും ഇത്തരത്തിലുള്ള ഇസ്ലാമിക ടെററിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്നുള്ള അറ്റാക്സ് ഉണ്ടാകുന്നുണ്ട്. അതൊരു പുതിയ സംഭവമൊന്നുമല്ല. അത് കശ്മീരിലോ അല്ലെങ്കിൽ ഇന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, ഇന്നലെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, നാളെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ ഇത്രയും മാസീവായിട്ട് കയറി നമ്മുടെ സിവിലിയൻസിന് നേരെ അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ് 5-6 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 10 വർഷത്തിലൊരിക്കലൊക്കെ മാത്രം സംഭവിക്കുന്ന തലത്തിലേക്ക് ചുരുക്കി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെയും നമ്മുടെ സൈനികരുടെയും ഒക്കെ കഴിവ് തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ അഭിനന്ദിക്കാതെ പോകേണ്ടുന്ന സാഹചര്യമൊന്നുമില്ല എന്ന് അങ്ങേ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുക. വളരെയധികം നന്ദി യുവരാജ് ഗോകുൽ.